എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായി നമ്മൾ ഇതേപോലത്തെ ഒരു 20 മിനിറ്റ് മേളിലേക്ക് വരുന്നൊരു വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു അടിപൊളി സെറ്റപ്പ് വണ്ടി നമ്മൾ ഫുൾ വർക്ക് ചെയ്ത് ഇറക്കേട്ടോ. അപ്പോൾ ഞാൻ ആ വണ്ടിയുടെ ഫ്രണ്ടിലെ സീറ്റിൽ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചേട്ടൻ ഓടിച്ചിട്ടിരിക്കട്ടോ ഇതുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം, അഡ്രസ്സ് ഡീറ്റെയിൽസ്, അതേപോലെ വണ്ടിയുടെ വർക്കുകൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇന്നിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ അതിന് ഓണർമാരൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ട്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടണം. എല്ലാവരെയും പരിചയപ്പെട്ട് നമുക്ക് തകർക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് നേരെ നമ്മൾ കളമശ്ശേരിയിൽ സീപോർട്ട് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു എന്താ പറയുക, ഒരു ഹൈവേയുടെ പണി തീരാത്തൊരു സ്ഥലം. അവിടെയാണ് നമ്മളെപ്പോഴും മിക്ക വീഡിയോസുകളും വണ്ടികളുടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വിക്ക് ട്രാവൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ മറ്റുള്ള കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ എന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ജസ്റ്റ് ഒരു ട്രാവൽസുമായി ബന്ധപ്പെട്ട രീതിയിൽ ഒരു പരിപാടി, പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് അർബാനിയ. 17 സീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം, ഫ്രണ്ടിൽ ഗ്രില്ലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചുറ്റുമുള്ള ഇവിടെ ബ്ലാക്ക് വരുന്നത്, ഇതെല്ലാം ബ്ലാക്കാണ് കമ്പനി വന്നുകൊണ്ടിരുന്നത്. അതെല്ലാം മാറ്റി ആ കമ്പനി കളറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം അത് ബ്ലാക്ക് ആയതുകൊണ്ട് മാറ്റാണ് വരുന്നത്. അപ്പോൾ ചെറിയ ഗ്രൈൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെളുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം എല്ലാം ചെയ്തിരിക്കുന്നത്. ബോഡിയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ടാവും. അകലേന്ന് കാണുന്നുണ്ടോ ക്യാരിയർ, നമ്മുടെ ടോപ്പ് ക്യാരിയറായിട്ടായിരിക്കുന്നത്. പുതിയ മോഡൽ ക്യാരിയറാണ്. അതേപോലെ തന്നെ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലാണെങ്കിൽ ഗോൾഡൻ കളറ് കർട്ടനാണ്. കാരണം കർട്ടനെല്ലാം അവർ സെലക്ട് ചെയ്തതാണ് കളറ്. പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഉള്ളിൽ നല്ല ഗോൾഡൻ ടൈപ്പ് ഒരു കർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ തന്നെ, ലാഡർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലുള്ള അഡ്രസ്സ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അവർ അവിടെ എഴുതിക്കോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മേളിൽ കണ്ടോ, മേളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരിയറിൻ്റെ ബാക്ക് വശോട്ടാണ് കാണുന്നത്. കാരണം ഇതാണ് മേളിൽ വരുന്ന സ്പോയിലർ ലൈറ്റ്, അതിന് സൈഡിൽ വരുന്ന നമ്മുടെ താറിൻ്റെ ലൈറ്റ് എല്ലാം വെച്ചിട്ട് സെൻറ്ററിൽ ആ ഗ്രില്ലിലുണ്ടായിരുന്ന അർബാനിയ എന്നുള്ള ആ ഒരു സംഭവം ഇതുണ്ടോ, ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാമെന്നുണ്ടോ. അർബാനിയ എന്നുള്ള ഗ്രില്ലിൻ്റെ ആ ഒരു ഫോണ്ട് നമ്മളെടുത്തിട്ട് അവിടെ നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ് ഇതുണ്ടോ. അതെല്ലാം നല്ല ഭംഗിയായിട്ടെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്, അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അർബാനിയക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പായിട്ട് നല്ലൊരു അടിപൊളി സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടികളുമായി ബന്ധപ്പെട്ട വീഡിയോസുകളാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ കെട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് രീതിയിൽ തന്നെയാണ് നമ്മൾ ആ വണ്ടി ഇറക്കിയിരിക്കുന്നതുണ്ടോ. നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇതൊക്കെ ഹാൻഡിലൊക്കെ നമ്മൾ കളർ അടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബ്ലാക്കാണ് വരുന്നത്. അതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബോഡി കളറ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. അതുപോലെ മിററാണെന്നുണ്ടെങ്കിൽ മിററെല്ലാം ബ്ലാക്കായിരുന്നു, മാറ്റ് ബ്ലാക്കാണ് വരുന്നത്. അതെല്ലാം മാറ്റി നമ്മൾ ആ ഒരു ബോഡി കളറിലേക്കാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇത് ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ ഇതേപോലെ വുഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ പവർ വിൻഡോയാണ്. പവർ വിൻഡോ വർക്ക് ചെയ്യുന്ന സംഭവത്തിൻ്റെ അവിടെ നമ്മൾ വുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇതുണ്ടോ ഹാൻഡ് റെസ്റ്റാണ്. ഇത് ഹാൻഡ് റെസ്റ്റ് വുഡ് ഫിനിഷിങ് രീതിയിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരുന്നത് നമ്മുടെ കൺസോൾ ബോക്സാണ്. ഫ്രണ്ടിൽ വരുന്ന കൺസോൾ ബോക്സ് ഇതെല്ലാം നമ്മളവിടെ മേക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ്, ഡ്രൈവറിനും ഹാൻഡ് റെസ്റ്റ് വരുന്നില്ല കമ്പനി. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഫ്രണ്ടിൽ നമ്മൾ സ്റ്റീരിയോയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള വുഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ ഡോറിനും അതേപോലെ വുഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം ഇതുണ്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതുണ്ടോ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തീർത്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. സൗണ്ടുമായി ബന്ധപ്പെട്ട വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താറ്. ബാക്കിലേക്ക് കയറണം ഇതുണ്ടോ. അതേപോലെ തന്നെ നമ്മൾ നേരെ ബാക്കിലേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ സ്ലൈഡിങ് ഡോർ. ഡോറെല്ലാം തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കണ്ടീഷൻ കാണുന്നുണ്ടോ. ഇതിപ്പോൾ നമ്മൾ ടോപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ നമ്മൾ ടി വി ക്യാബിനാണ് നമ്മൾ ചെയ്തത്. ടി വി ക്യാബിൻ ഫുള്ള് ഇതാണ് വുഡ് ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലാണ് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട് ടി വി ക്യാബിനാണ്. അപ്പോൾ ടി വി ക്യാബിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ടോ ലൈറ്റുകളൊക്കെ ഇടുന്നുണ്ടോ, പല രീതിയിലുള്ള പല കളറുള്ള ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം പക്ക നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നുണ്ടോ. നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് ഇതാണ് ടോപ്പ് കണ്ടോ. ടോപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇതിപ്പോൾ അവരുടേതായ ഒരു ഐഡിയയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ എന്തൊക്കെയാണോ ചെയ്യണം, ആ വണ്ടിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഏതൊക്കെ രീതിയിൽ ചെയ്യുന്നു ആ രീതിയിലെല്ലാം നമ്മൾ
കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരോടും നമ്മുടെ വർക്ക്ഷോപ്പിനെ പറ്റിയും അതേപോലെ തന്നെ വർക്കിനെ പറ്റിയ അഭിപ്രായങ്ങളെല്ലാം അവർ നിങ്ങളോട് പറയുന്നതാണ്. അതേപോലെ തന്നെ സ്പീക്കർ ഇവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. സ്പീക്കർ പൈനിയറിൻ്റെ 650 വരുന്ന വാട്സ് വരുന്ന സ്പീക്കർ, അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള മിക്സർ കാര്യങ്ങളെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്ക് 2 മൈക്കാണ് ഇതിന് ശരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ വെച്ചിട്ടുണ്ട്. മൊത്തം 4 സ്പീക്കറും അതേപോലെ 1500 വാട്സ് വരുന്നൊരു സബും ആണ് നമ്മൾ ഈ വണ്ടിക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇതെല്ലാം കണ്ടോ ടോപ്പിലുള്ള വരുന്ന ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു വുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റപ്പ് ആക്കി റെഡിയാക്കി. സീറ്റ് കവർ ഉണ്ടോ, ഫുള്ള് റെഡ് ബീഡിങ് വരുന്ന രീതിയിലുള്ള വൈറ്റ് സീറ്റ് കവറാണ്. അതെല്ലാം നമ്മൾ ഈ വണ്ടിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം ഓടേണ്ട രീതിയിലുള്ള എല്ലാവിധ കണ്ടീഷനുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് നമ്മൾ ഇറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ പരിചയപ്പെടാം. അവരെല്ലാം വെയിറ്റ് ചെയ്ത്, കാരണം അവർക്ക് പോകണം, അവർക്ക് കമ്പനിയിൽ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കാണിക്കാനുണ്ട്. അപ്പോൾ എന്നിട്ട് വേണം അവർക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരൊന്ന് പരിചയപ്പെടാതുണ്ടോ. ഇതൊക്കെ കർട്ടനാട്ടോ, കാരണം ഗോൾഡൻ ടൈപ്പ് കളറുള്ള കർട്ടനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്. ഇതാണ് പുതിയ 17 സീറ്റ് അർബാനിയുടെ വിശേഷം. ഞാൻ ഒന്നും കൂടി ടോപ്പിലെ വർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിന്നിട്ട് ഞാൻ എടുത്തരുന്നത്. ബാക്കിൽ സീറ്റിലായിരിക്കണം കേട്ടോ. ഇതുണ്ടോ, ഏറ്റവും ബാക്കിലെ സീറ്റിലിരുന്നിട്ട് ഞാൻ എടുക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. അത് ജസ്റ്റിൻ ചേട്ടനാണ് കേട്ടോ. ജസ്റ്റിൻ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. ഇത് നോക്കി കണ്ടോ, യെല്ലോ കളറാണ് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കാരണം യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർട്ടനൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സൈഡിലാണെന്നുണ്ടെങ്കിൽ കർട്ടനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് സൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വർക്കുകളും തീർത്ത് റെഡിയാക്കിയത്. അപ്പോൾ ഇതേപോലെ തന്നെ ലെഗ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള സീറ്റിന് ഒരു ചവിട്ട് അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് തന്നെ. ആ ഒരു ചവിട്ടാണ് നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ അത്യാവശ്യമുള്ള കാര്യം. വാട്ടർ ബോട്ടിൽ കാര്യങ്ങളെല്ലാം ഇതിൽ വാട്ടർ വെക്കാനുള്ള സംഭവങ്ങളെല്ലാം കമ്പനി വരുന്നുണ്ട്. പക്ഷേ കമ്പനി വരാത്ത രീതിയിലുള്ള യാത്രക്കാർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വേണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു തന്നു. ആ രീതിയിൽ എന്തൊക്കെ വേണം എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വണ്ടി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഡെലിവറി കൊടുക്കുകയാണ്. കാരണം ജസ്റ്റ് ചേട്ടൻ നിന്നിട്ട് ഇങ്ങനെ നോക്കണേ മേളിൽ. ജസ്റ്റ് ചേട്ടൻ എന്താ നോക്കണേ? നന്നായിട്ടുണ്ട്, വളരെ ഉത്തരവാദിത്വത്തോടെ. ഇന്ന് 17 ദിവസം കൊണ്ടായി. അതെ അതെ. അപ്പോൾ വളരെ നമ്മൾ പറഞ്ഞു ഇന്ന് 11:30 മണിക്ക് വണ്ടി തരുമെന്ന്. തീർച്ചയായും നജീബ് കാക്കയും കമ്പനിക്കാരും വളരെ ആത്മാർത്ഥയോടെ പണിതു. അവരുടെ ഒരു കൊച്ചു കാര്യം മാത്രമേ എനിക്ക് മനസ്സിൽ പറയാനുള്ളൂ. കാരണം അവരുടെ വർക്ക്ഷോപ്പിൽ കുറച്ച് ഈ ചെളി സൗകര്യങ്ങൾ കുറവുണ്ട്. അത് ഒഴിച്ചാൽ വളരെ ഭംഗിയായിട്ട് ജോലിക്കാർ വളരെയധികം കൃത്യനിഷ്ഠതയോടെ ചെയ്തു. അത് അവരുടെ കുഴപ്പമല്ല, ആ മഴയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് അവിടെ ഉള്ളത്. അവരെ ഏൽപ്പിച്ചാൽ ഏത് കാര്യവും അവർ ഭംഗിയായി ചെയ്യുമെന്നുള്ളതിനൊരു ഉത്തമ തെളിവോടെയാണ് ഞങ്ങളുടെ വണ്ടി പണിതത്. ഞങ്ങൾക്ക് അവരെക്കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ. പിന്നെ പുള്ളിയെക്കുറിച്ചൊരു പ്ലസ് പോയിന്റ് പറയാനുള്ളത്, എനിക്കൊരു വലിയ തുകയൊക്കെ എഴുതി തന്നു. ഞാൻ കൊടുത്ത പൈസ കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു പൊയ്ക്കോന്ന് പറഞ്ഞു. സാധാരണ ഞാൻ ബിസിനസ്സുകാരനാണ്, അങ്ങനെയൊന്നും പറയാറില്ല. അതിൽ പുള്ളിയോട് എനിക്ക് വളരെ ഒരു ചാരിതാർത്ഥ്യം തോന്നി. ഞാൻ കൊടുത്ത പൈസ മതി ജസ്റ്റിൻ സാറേ പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കുറിച്ച് നമുക്ക് എറണാകുളത്ത് കിട്ടാവുന്ന പരമാവധി ഒരു സെറ്റിംഗ് കിട്ടി. പുള്ളിയുടെ ബിസിനസ്സിൽ ഞങ്ങളെ സംബന്ധിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ അതിൽ കൃതാർത്ഥതാണ്. പുള്ളിയും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. ഒരു ദീർഘബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പുള്ളി കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ വണ്ടിയല്ല, ഇന്നത്തെ 51ാമത്തെ വണ്ടിയാണ്. ഞാൻ പറഞ്ഞ ഒരു 100 വണ്ടി കിട്ടട്ടെ. അപ്പോൾ പുള്ളിയുടെ ബിസിനസ്സിനും പുള്ളിയുടെ കുടുംബത്തിനും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമുള്ളൂ. ഓക്കെ ചേട്ടാ, താങ്ക് യു. എന്തായാലും ജസ്റ്റിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. കാരണം ഇത് മാത്രമല്ല, ജസ്റ്റിൻ ചേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വണ്ടിയിൽ ഇറങ്ങുമ്പോൾ കുറച്ച് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജസ്റ്റിൻ ചേട്ടൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കാരണം ഞാനെന്താ പറയുക, ഞാൻ വളർന്നു വരുന്ന ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളത് അല്ലേ ചേട്ടാ, ഇല്ല നമ്മൾ മനസ്സിലാക്കി അത് പിന്നീട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ക്ലിയർ ചെയ്യണമല്ലോ. പറയാനുള്ളത്, സാധാരണ വണ്ടി കൊണ്ട് കൊടുത്താൽ മുതലാളിയും ഇപ്പൊ ആൾട്രേഷൻ പണിക്കാരും തമ്മിൽ അടിയാവും. ഇത് നമ്മളൊരു നോയെന്നോ പുള്ളിയുടെ വായിൽ നിന്നൊരു നോയില്ല. അത് ഞങ്ങൾക്ക് വളരെ ഒരു എനർജിയാണ്. തീർച്ചയായും ബിസിനസ്സിന് അതൊരു വളരെ മുതൽക്കൂട്ടാണ്. ഓക്കെ ചേട്ടാ, അപ്പോൾ ജസ്റ്റിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ ജസ്റ്റിൻ്റെ ഒരു പാർട്ട്ണറായിട്ടുള്ള വണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു പാർട്ട്ണറായിട്ടുള്ള പുള്ളിക്കാരുണ്ട്. നമുക്ക് അവരെയും പരിചയപ്പെടണം. അതേപോലെ ജസ്റ്റിൻ്റെ കൂട്ടുകാരനല്ലേ ഒന്നാണ് കൂടെ വന്നാണ് ജസ്റ്റിൻ്റെ അല്ലേ ഇപ്പുറത്തിരിക്കുന്ന ചേട്ടനാണ് ഇപ്പുറത്തിരുന്ന് വെച്ച് ആണോ ജസ്റ്റ് സ്വന്തം ചേട്ടാ ആണോ? അത് ശരി. അപ്പോൾ ജസ്റ്റിൻ്റെ ചേട്ടനും വന്നിട്ടുണ്ട്. നമുക്ക് പുള്ളിനെ ഒന്ന് പരിചയപ്പെടണം. അവരൊക്കെ പുറത്തുണ്ട്. അതിന് വണ്ടിയുടെമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റിൻ ചേട്ടനോടൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം എനിക്ക് പറയാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിൻ ചേട്ടൻ വന്ന അന്ന് മുതൽ
എപ്പോഴും നമ്മൾ വിളിച്ചാൽ ഇത് ശല്യപ്പെടുത്തുന്ന പരിപാടികളൊന്നുമില്ല എവിടെ കാരണം പുള്ളിക്ക് അറിയാവുന്നോ എനിക്കറിയില്ല. എന്തായാലും വർക്ക് ആ സമയത്തിന് തീരും എന്നുള്ള പ്രതീക്ഷ കൊണ്ടിട്ടായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി ഇറക്കുമ്പോൾ യാത്രക്കാർക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യം എന്താണോ അത് നജീബ് ചെയ്യണം. കാരണം നമ്മളൊരു വണ്ടി കയറിയിട്ട് ഒരു യാത്രക്കാർ ഒരു കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല, അതില്ല ഇതില്ല എന്നുള്ളത് വരാൻ പാടില്ല. അപ്പോൾ എന്താണോ അത് മാക്സിമം നമുക്ക് എന്താ പറയുക, റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ് ജസ്റ്റിനേട്ടൻ പറഞ്ഞത്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളോടുള്ള പെരുമാറ്റവും കാര്യങ്ങളെല്ലാം വളരെ നന്നായിരുന്നു. അതേപോലെ തന്നെ വണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ജസ്റ്റിനേട്ടൻ വന്ന് വർക്ക്ഷോപ്പിലേക്ക് കയറിയപ്പോൾ തന്നെ ജസ്റ്റിനേട്ടൻ മുഖത്തുള്ള ആ ഒരു സന്തോഷവും ആ ഒരു ചിരി ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു, കാരണം ജസ്റ്റിനേട്ടൻ വന്നപ്പോൾ തന്നെ ഷെയ്ക്കാൻ എന്നിട്ട് എന്നോട് പറഞ്ഞത്, നജീബെ നല്ല ഭംഗിയായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമായി. കാരണം വേറെ ഒന്നും ജസ്റ്റിനേട്ടൻ വണ്ടി വെച്ച് കണ്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടിയത്. അത് തന്നെ വളരെ ഒരു സന്തോഷമായ കാര്യമാണ്. കാരണം അവരും ബിസിനസ്സുകാരാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സും നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റുള്ളവരൊന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റിനേട്ടൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിചയപ്പെട്ടു. അതേപോലെ തന്നെ പരിചയപ്പെടാനൊന്നുമില്ല, ജസ്റ്റിനേട്ടൻ കുറേ നാളായിട്ട് അതിൽ ഇവരായിട്ടും എപ്പോഴും നമ്മൾ വിളിച്ച ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. ഇത് നമ്മുടെ കിഷോറേട്ടാണ്. കിഷോറേട്ടാ, ചേട്ടൻ്റെ പേര് സ്റ്റാൻലി അല്ലേ? ചേട്ടനാണല്ലേ? ജസ്റ്റിനേൻ്റെ ബ്രദറാണല്ലേ? ഓ, ജസ്റ്റിനേൻ്റെ ബ്രദറാണ്, സ്റ്റാൻലി ചേട്ടനാണ്. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. കാരണം വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ല വണ്ടിയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കിഷോറേട്ടാ, എന്താണ് നമ്മുടെ വർക്ക്ഷോപ്പിനെ പറ്റിയുള്ള അഭിപ്രായം? വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് സംഭവം. നമുക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ വണ്ടി എന്ന് പറയുന്ന കാര്യം. പക്ഷെ നമ്മൾ വന്നപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് ഇന്ത്യയിൽ ചെയ്യുന്നതിനെ കുറിച്ച് പലരും ചോദിച്ചറിഞ്ഞാൽ വന്നത്. അർബാനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും നജീബിക്കാരുടെ പേര് പറഞ്ഞു, സൈനസ് ഫോട്ടോസിന്റെ കാര്യം പറഞ്ഞു, യൂട്യൂബ് പലരും അയച്ചു തന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കമ്പനി വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ വണ്ടി അതിൻ്റെ എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു, നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, പുള്ളി എടുക്കുമെങ്കിൽ ഇങ്ങനെ നജീബിക്കയുടെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അർബാനി നല്ലവണ്ണം ചെയ്യുന്നത് പുള്ളിയാണെന്നുള്ള അഭിപ്രായം പറഞ്ഞു. പക്ഷേ നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേറെ റേറ്റിനെ കുറിച്ചോ വേറെ ഒരു കാര്യങ്ങളും സംസാരിക്കേണ്ടിയോ ഒന്നും വന്നിട്ടില്ല. കാര്യം പറഞ്ഞാൽ പുള്ളി പറയുന്നത് നമുക്കൊരാൾ, നമ്മൾ നല്ല ഈ കേരളം മൊത്തം ഓടിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഒരാളിൻ്റെ സ്വഭാവം ആളിൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ് നമ്മൾ. പുള്ളിയായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പിലായി. പിന്നെ പുള്ളി നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുള്ളി ഉൾക്കൊണ്ടിട്ട് നമ്മളടുത്ത് സജഷൻ കൊടുക്കണ്ട. ഒരു ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ഒരു നമ്പറിന്റെ കാര്യം, നമ്മുടെ പേര് ലൈറ്റിന്റെ ചെറിയ ലൈറ്റ് ബോർഡ്, ആ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ ലോങ് യാത്ര പോയപ്പോഴത്തേക്ക് ഒരു ബസ്സിന്റെ മുന്നിൽ ഇരുട്ടത് വന്നപ്പോഴത്തേക്ക് ഈ ഒരു പേര് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞേ ഉള്ളൂ. പുള്ളി അത് മേക്ക് ചെയ്ത് ഫിറ്റ് ചെയ്ത് ഇന്നത് പല കളറിൽ പ്രകാശിക്കുന്ന സംഭവം വെച്ച് തന്നു. നമ്മളും ക്രിയേഷൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ആ പുള്ളിയുടെ മൈൻഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പുള്ളി നല്ല പോസിറ്റീവായിട്ടുള്ള ആളാണ്. വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരുടെ സ്റ്റാഫുകളായിരുന്നാലും ശരി തന്നെ എല്ലാ പേരും നമ്മളുടെ പോസിറ്റീവായിട്ടാണ് പെരുമാറുന്നത്. എന്തെങ്കിലും വർക്ക് നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ പോലും പുള്ളി നമുക്ക് പറയാൻ പറ്റാതെ ചിരിക്കുന്ന മുഖമായിട്ട് നജീബിക്ക് നമ്മളെ കൂടെ ഉണ്ട്. ചേട്ടാ, ആദ്യമായിട്ടല്ലേ വർക്ക്ഷോപ്പിൽ വരുന്നത്? എന്താ പറയാനുള്ളത്? ഞാൻ ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു എനിക്ക് ഒരു മുൻപരിചയം ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വർക്ക്ഷോപ്പിൽ പോകുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഇവിടെ ഒരുപാട് അർബേനിയ വണ്ടി കണ്ടു, ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. സമയബന്ധിതമായിട്ടും വളരെ ഭംഗിയായിട്ടും ഉത്തരവാദിത്വത്തോടുമൊക്കെ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നു എന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ പുതിയ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുന്നതൊരു പുതിയൊരു അനുഭവമായിരുന്നു. നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്, ഐഡിയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. ഓക്കെ ചാൻജേട്ടാ, ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ചാൻജേനെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഇവരെല്ലാവരും നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ ചാൻജേനെ പരിചയപ്പെട്ടു. അതേപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ മാക്സിമം നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ആളത് ഇതാട്ടത്, ഇതിൻ്റെ പൊന്നൊന്നും പറയണ്ട, പുള്ളിയാണ് വണ്ടിയുടെ ആള്. പുള്ളിനെയാണ് ഏൽപ്പിച്ചാണ് വണ്ടി കൊണ്ടു നടക്കാനായിട്ട്. പേര് മറന്നു, അജി ചേട്ടാ, എന്തൊക്കെ വിശേഷങ്ങളെന്ന് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ എന്താണ് ഓട്ടോ ഒക്കെ നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഓട്ടങ്ങളൊക്കെ എടുക്കണത്? ഓട്ടോക്ക് ഉഷറായിട്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പോഴ് എനിക്ക് പറയാനുള്ളത് അർബേനിയ വണ്ടിയുടെ ആൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈനൂസ്, ആലുവയുടെ സൈനൂസ് മോട്ടേഴ്സ് ആണ് രാജാക്കന്മാർ. ആൾട്രേഷന്റെ രാജാക്കന്മാരെന്ന് പറയുന്നത് സൈനൂസ് മോട്ടേഴ്സ് ആണ്. ആ ഒരു അഭിപ്രായമാണ്, നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ഈ മോട്ടേഴ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അയച്ചേട്ടാ, എന്തായാലും ഭംഗിയായിട്ട് വണ്ടിയുടെ ഓട്ടങ്ങൾ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. എന്തായാലും ഉഷാറായിട്ട് പോകണം. കാരണം നമ്മൾ പുതിയൊരു പ്രസ്ഥാനമാണ് അല്ലേ? അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് പോകണം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. അതേപോലെ തന്നെ
നമ്മളിനിപ്പോൾ താക്കോല് കൊടുക്കാനുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ താക്കോല് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് കൊടുത്തില്ല. കാരണം വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നല്ലൊരു രസമായിട്ടുള്ള സ്ഥലത്ത് നിർത്തി നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം 16 കിലോമീറ്റർ ഓടി നമ്മൾ ഇത്രയും ദൂരം ഇവിടെ വന്ന് വളരെ ഭംഗിയായിട്ട് വണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് നമ്മൾ കരുതുകയാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ക്വിക്ക് ട്രാവൽ ഗ്രൂപ്പ് ഇതിൻ്റെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫ്രണ്ടിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യണം. നെയ്യാറ്റിങ്കര നമ്മുടെ ഏരിയ എന്നൊക്കെ ഒരു നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ഏരിയ ഒക്കെ വരും. നമ്മുടെ ഓഫീസ് ഇപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്താണ് നമ്മുടെ ഓഫീസ്. നമ്മൾ തിരുവനന്തപുരം KSRTCയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കോൺട്രാക്ടറാണ്. പിന്നെ എല്ലാം ഹോർഡിംഗ് ബിസിനസ് ഉണ്ട്, ബ്രാൻഡിംഗ് ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ KSRTCയുടെ പ്രോപ്പർട്ടിയിലും അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കോൺട്രാക്ട് നമ്മുടെ ഈ ക്വിക്ക് മീഡിയയ്ക്കാണ്. നമുക്ക് ക്വിക്ക് മീഡിയക്കാണ്. അതാണ് നമ്മൾ ക്വിക്ക് ട്രാവൽ ഗ്രൂപ്പ് അപ്പം അങ്ങനെ KSRTCയുടെ നമ്മുടെ ട്രിഡയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ്. അവിടുത്തെ താഴത്തെ ഫ്ലോറിലാണ് അഗസ്ത്യ എന്ന് പറയുന്ന പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഓഫീസ്. നമ്മുടെ ഇപ്പോൾ ഇതിൽ അഡ്രസ്സായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ സ്വന്തം ബിൽഡിംഗ് ആയിട്ടുള്ള നെയ്യാറ്റിങ്കര കൃഷ്ണൻകോവിലിന്റെ അടുത്ത് ക്യുക്ക് വാച്ച് ഹൗസ് എന്നും ഉണ്ട്, ഒരു ക്യുക്ക് ടൈംസ്, അതിന്റെ മേളിലായിട്ട് ഒരു ഓഫീസുണ്ട്. ഇനി പ്രധാനമായിട്ട് നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് തമ്പാനൂർ കേന്ദ്രീകരിച്ച്. നമ്മുടെ ഹോട്ടലുകളായിട്ടൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാന ബിസിനസ് എല്ലാം നടക്കുന്നത് തമ്പാനൂരാണ്. അപ്പോൾ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആണ്, KSRTC കോംപ്ലക്സിനകത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും കിഷോറേട്ടൻ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായുള്ള ഞാൻ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പാനൂർ, തിരുവനന്തപുരം, നെയ്യാറ്റിങ്കര, ശരിക്കും പറഞ്ഞാൽ കായംകുളം വിട്ട് അങ്ങാട് അല്ലേ, കായംകുളം വിട്ട് അങ്ങാട് ആർക്ക് വേണം വിളിക്കാം അല്ലേ. നമുക്ക് ആർക്ക് വേണമെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നല്ല പുത്തൻ നല്ല സെറ്റപ്പോട് കൂടി വളരെ സെറ്റപ്പായിട്ട് ഉള്ളിലൊക്കെയാണെങ്കിൽ നല്ല ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയാക്കി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ താക്കോലുണ്ടാ, ഈ താക്കോല് നമ്മൾ കൊടുക്കാൻ വേണ്ട നമ്മുടെ എന്താ പറയുക ക്വിക്ക് ട്രാവൽ ഗ്രൂപ്പിൻ്റെ താക്കോല് ഞാൻ കൊടുക്കാൻ പോവാണ്. കാരണം എല്ലാ വർക്കും തീർത്ത് സെറ്റപ്പായിട്ട് അവരുടെ മുഖത്തുള്ള ചിരി, എൻ്റെ പൊന്ന് ചിരിക്കൊന്ന് അവരുടെ ചിരിയണ്ട. കാരണം വെച്ചാൽ അത്രയ്ക്ക് സന്തോഷമായിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവർക്ക് പോയിട്ട് വളരെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും താക്കോലെല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടും വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ വിടുകയാണ്. അപ്പം നമ്മൾ കാണുന്ന എല്ലാവരുടെ പ്രാർത്ഥന അവർക്ക് വേണം. കാരണം പുതിയൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ എല്ലാവരും എന്താ പറയുക എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ ഈ താക്കോൽ കൊടുക്കാൻ പോട്ടോ. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടാ. ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ ബൈ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്വിക്ക് മീഡിയനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.